6 യുദ്ധവിമാനങ്ങളും വ്യോമകേന്ദ്രങ്ങളും തകർത്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് കനത്ത പ്രഹരമാണ് നൽകിയതെന്ന് വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗ്. ഭരണ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയും സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയുമാണ് വിജയത്തിന് കാരണമായത്. മുൻപ് ബാലക്കോട്ട് എയർ ട്രക്കിന്റെ ദൃശ്യങ്ങൾ ഇല്ലാത്തതിനാൽ സ്വന്തം ജനതയെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ പ്രയാസപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും വ്യോമസേനാ മേധാവി അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാന് നൽകിയ കനത്ത പ്രഹരവും വിശദീകരിക്കുന്നതോടൊപ്പം സൈനിക നടപടികൾക്കെതിരെ തുടർച്ചയായി ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗ് നൽകിയത്. പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും ഉൾപ്പെടെ 6 വിമാനങ്ങൾ തകർത്തു. പൈലറ്റുമാർ കൊല്ലപ്പെട്ടു. വ്യോമകേന്ദ്രങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കി. സുദർശൻ ചക്ര എന്ന് പേരിട്ട S-400 ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമാതിർത്തിയിലെ പടച്ചട്ടകളായെന്നും പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനത്തിനും ഭാരതത്തിന്റെ അതിർത്തിക്കടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. The SAGW systems, mostly from, I'm talking about fighter aircraft are from S-400. We have at least 5 fighters confirmed kills and 1 large aircraft, which could be either an ELINT aircraft or an AWNC aircraft, which was taken on at a distance of about 300 kilometers. This is the actually largest ever recorded surface-to-air kill. 90 മണിക്കൂറിലധികം നീണ്ട പോരാട്ടം ഇനിയും തുടർന്നാൽ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് എവിടെ വേണമെങ്കിലും ആക്രമിക്കാൻ സാധിക്കുമെന്ന സന്ദേശം ഭാരതത്തിന് നൽകാനായി പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ DGMO തലത്തിൽ നടത്തിയ അപേക്ഷയാണ് വെടിനിർത്തൽ ധാരണയിലെത്തിച്ചത്. രാജ്യത്തെ ഭരണ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയും സൈന്യത്തിന് നിയന്ത്രണമില്ലാതെ സ്വാതന്ത്ര്യം നൽകിയതുമാണ് വിജയത്തിന് കാരണം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം നൽകിയ കനത്ത പ്രഹരത്തിന് തെളിവുകളുണ്ട്. എന്നാൽ മുൻപ് ബാലക്കോട്ട് എയർ സ്ട്രൈക്കിന്റെ ദൃശ്യങ്ങളില്ലാത്തതിനാൽ രാജ്യത്തിനകത്തുള്ള ചിലരെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നുവെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. ജനം, ഡൽഹി.